ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇത് റീജിയൽ ടയർ 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇത് റീജിയൽ ടയർ 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ടൈം ഓഫ് വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പൈപ്പ് ആൻഡ് സിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് 3 പൈപ്പ് ഉണ്ട്, അതിന്റെ ഡയമീറ്റർ 2, 3, 4 റെസ്പെക്റ്റീവ്ലി ആണ്. ഇനി അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പൈപ്പിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. വലിയ പൈപ്പിന് 81 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എല്ലാ പൈപ്പും ഒന്നിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര ടൈം ഈ ടാങ്കിന് ഫില്ല് ചെയ്യാൻ എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് പൈപ്പ് അസിസ്റ്റന്റ് ആണെങ്കിലും ടൈം വർക്ക് ആണെങ്കിലും എഫിഷ്യൻസി മെത്തേഡിനാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റ് ടൈമിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മുടെ വെറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പൊ പറയുന്നത് ഇതിന്റെ എഫിഷ്യൻസിക്ക് തുല്യമായിട്ടുള്ള വാല്യൂ ആണ് ഈ പറയുന്ന ഡയമീറ്ററിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിട്ട് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് ടൈമിലുള്ള അത്രയും പുറത്തോട്ട് പോകും. അപ്പോൾ രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് എഫിഷ്യൻസി ആണ്. രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, 2 4 ഓരോ മിനിറ്റിലും പുറത്തോട്ട് പോകും. പിന്നെ 3 9 ഓരോ മിനിറ്റിലും പുറത്തോട്ട് പോകും. 4 16. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ വെള്ളം ഫ്ലോ ചെയ്യുന്നത് അതിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയറിന് ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന വലിയ പൈപ്പ് ഒരു ഫില്ലായിട്ടുള്ള ടാങ്കിനെ എം ടി ചെയ്യാനായിട്ട്, ഇതെല്ലാം എം ടിയും പൈപ്പാണ്, സോ എം ടി ചെയ്യാനായിട്ട് 81 മിനിറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ് ടൈമിനുള്ളിൽ 16 പോകുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 81 മിനിറ്റിൽ ഇത്രയും ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ടാങ്കിന്റെ കപ്പാസിറ്റി ഇത്രയാണെന്ന് നമുക്ക് പറയാം. ടാങ്കിന്റെ കപ്പാസിറ്റി 81 × 16 ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 6, 48, 49. ഓക്കെ, 1296 എന്ന് പറയാം. 1296 ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയാം. ഇനി പറഞ്ഞിരിക്കുന്നത് എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോ ഈ ഒരു പൈപ്പ് മാത്രമാണെങ്കിൽ 4 പുറത്തോട്ട് പോകും, ഇത് മാത്രമാണെങ്കിൽ 9 പുറത്തോട്ട് പോകും, ഇത് മാത്രമാണെങ്കിൽ 16 പോകും. മൊത്തത്തില് 29 3 കൂടി അറ്റ് എ ടൈം വർക്ക് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകുന്നത് ഒരു മിനിറ്റില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1296 എത്ര ടൈം കൊണ്ട് ഇല്ലാണ്ടാകും അല്ലെങ്കിൽ എം ടി ആകും നോക്കിയാൽ പോരെ. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 44 പ്രാവശ്യം പോകും, ബാക്കി 20, 29. ഈ ഒരു ഫ്രാക്ഷൻ ആയിരുന്നു നിങ്ങളുടെ ആൻസറിനകത്തും വരുന്നത്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 44 20 20 20/20 ആണെന്ന് വരും. ഇതായിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്.